ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ? ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് ഗരം മസാല, മല്ലിയില ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചട്ടിപ്പത്തിരിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോഴിമുട്ട ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് കോഴിമുട്ട, മൈദ, ഉപ്പ്, വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. ഒരു പാനിലേക്ക് എണ്ണ തടവി കൊടുക്കുക. ഈ മാവ് പാനിലേക്ക് ഒഴിച്ച് ദോശ ചുട്ടെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഒരു ദോശ എടുത്ത് ഈ മുട്ടയിൽ മുക്കി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഈ പാനിലെ എല്ലാ സൈഡിലും നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഈ ദോശയുടെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ അവസാനത്തതും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കോഴിമുട്ട ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് മാറ്റാം. ഇപ്പോൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.